ബോഡി തൊട്ടടുത്ത കുളിമുറിയിൽ കൊണ്ടുപോയി കത്തിക്കുകയും ബാക്കി വന്ന അവശിഷ്ടങ്ങൾ ഈ വീട്ടിൻ്റെ പിൻവശത്ത് തന്നെ ഒരു കുഴി കുത്തി അവിടെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. രണ്ട് ഭാഗത്തും വലിയ മൂക്കുത്തി ഉണ്ടായിരുന്നു. അതായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ സ്ത്രീ ഈ കോളനിയിൽ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. മക്കളൊക്കെ ഇടയ്ക്ക് വന്ന് അവരെ നോക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് പോകാറുണ്ടായിരുന്നു. പ്രതി ഇവിടെ ഒരു ദിവസം താമസത്തിന് വന്നപ്പോൾ ഇവർ ഇവിടെ അവരെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ആ സമയത്ത് പ്രതി ഈ മരണപ്പെട്ട സ്ത്രീയെ ദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തിയ ശേഷം ബോഡി തൊട്ടടുത്ത കുളിമുറിയിൽ കൊണ്ടുപോയി കത്തിക്കുകയും ബാക്കി വന്ന അവശിഷ്ടങ്ങൾ ഈ വീട്ടിൻ്റെ പിൻവശത്ത് തന്നെ ഒരു കുഴി കുത്തി അവിടെ കുഴിച്ചു മൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഒരു കേസ്, ഈ സ്ത്രീയെ കാണാതായത് സംബന്ധിച്ചൊരു കേസ് കഴിഞ്ഞ മാസം 12-ാം തീയതി കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൻ്റെ അന്വേഷണം നടത്തി വരവെയാണ് ഈ കോളനിയിലെ പല ആളുകളെയും ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രതി ഈ സംഭവത്തിന് ശേഷം ഈ കോളനിയിൽ താമസിക്കാൻ വരാറില്ല എന്നുള്ള വിവരം കിട്ടിയതനുസരിച്ചിട്ട് ഈ പ്രതിയെ നമ്മൾ കണ്ടെത്തുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യപ്പോഴാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങൾ വന്ന് പരിശോധന നടത്തിയപ്പോൾ ഈ പ്രതി ഈ ദാരുണമായ കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ, അതുപോലെ മറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. കത്തിക്കരിഞ്ഞ ജീർണിച്ച മൃതശരീരം ഇവിടെ ബഹുമാനപ്പെട്ട ചിറ്റൂർ തഹസിൽദാരുടെയും അതുപോലെ ഫോറൻസിക് സർജൻ, സയൻറ്റിഫിക് ഓഫീസേഴ്സ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അത് നമ്മളിപ്പോൾ പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി വരികയാണ്. മോട്ടീവ് എന്തായിരുന്നു? അതുപോലെ തന്നെ ഇത് നേരത്തെ ഇയാൾ ഉറപ്പിച്ചിട്ട് ചെയ്തതാണോ? അതായത് അതെ, ഈ സ്ത്രീയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് ഭാഗത്തും വലിയ മൂക്കുത്തി ഉണ്ടായിരുന്നു. അതായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. പിന്നെ കുറച്ച് പൈസ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതി കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ഈ കുറ്റകൃത്യത്തിന് ശേഷം പ്രതി ഈ ആഭരണങ്ങൾ കവർന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ തുറന്നുള്ള അന്വേഷണത്തിലേക്ക് കണ്ടെത്താനും മറ്റു കാര്യങ്ങളൊക്കെ എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത്. ഇല്ല, അതിപ്പോൾ കൂടുതൽ അന്വേഷണത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളിപ്പോൾ നമുക്ക് പുറത്ത് വിടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അന്വേഷണം നടക്കുന്ന കേസാണ്. അതെ, ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ ഒരാളാണുള്ളത്. അതെ, കൂടുതൽ ആളുകൾ നമ്മൾ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ പിന്നീട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇന്നത്തെ പ്രാഥമിക അന്വേഷണം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് സംസാരിച്ചു. അതെ, ശുചിമുറിനകത്ത് ഉണ്ട് എല്ലിൻ്റെ കഷ്ണങ്ങളും മറ്റുമൊക്കെ. അത് ഡോക്ടർ അടക്കമുള്ള സയൻറ്റിഫിക് ഓഫീസർമാരും ഫോറൻസിക് വിദഗ്ധന്മാരൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കൺഫ്യൂസ്. വിശദമായ ചോദ്യം പ്രതി പരമാവധി കുറ്റം മറച്ചു വെക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസ് കൊഴിഞ്ഞാമ്പാറ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു.